രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. രണ്ടാമത്തെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം. രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ CPM-ഉം BJP-യും നടത്തിയ ഗൂഢാലോചനയെന്നും യുവതിയുടേത് വ്യാജ പരാതിയെന്നും രാഹുൽ മോശമായി പെരുമാറിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തക ഷഹനാസ് രംഗത്ത്. മുനമ്പം തർക്കഭൂമിയിലെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവ്. നടപടി വില്ലേജ് ഓഫീസർ നൽകിയ അപേക്ഷയിൽ. ഉത്തരവിന്റെ പകർപ്പ് ഭൂസംരക്ഷണ സമിതിക്ക് കൈമാറി. സമരം സമ്പൂർണ്ണ വിജയമെന്ന് ഭൂസംരക്ഷണ സമിതി. टोनिया बॉम्बर्स के साथ सवार होना समुद्र पर गूंजती കരുത്ത് കാട്ടി നാവികസേന. ശംഖുമുഖത്ത് നാവികസേനാ ദിനാഘോഷത്തിൽ അഭ്യാസ പ്രകടനം. പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും അണിനിരന്നു. മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാവികസേന സൂപ്പർ പവറായി മാറിയെന്ന് രാഷ്ട്രപതി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ബ്രിട്ടാസിന് നന്ദിയെന്നും കേന്ദ്രമന്ത്രി. മധ്യസ്ഥം വഹിച്ചത് കേരളത്തിനു വേണ്ടിയെന്ന് ജോൺ ബ്രിട്ടാസ്. ഇടനിലക്കാരനെ വ്യക്തമായെന്നും CPI നിലപാട് അറിയിക്കണമെന്നും KC വേണുഗോപാൽ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. എണ്ണ ഇറക്കുമതി അടക്കമുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കും. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ റഷ്യ.